ബഹ്റാമിൽ അജമി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഖബർസ്ഥാനത്തിൻ്റെ അരികിൽ നടന്നുപോയി. അദ്ദേഹം ഒരു ഖബർ മാന്തുകയാണ്. മാന്തി ആ ഖബറിലുള്ള ആളുടെ തല എടുത്തു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വടി കൊണ്ട് ആ മയ്യത്തിൻ്റെ ഒരു കാതിൽ കുത്തി. കാതിൽ കുത്തിയപ്പോൾ തീരെ അത് ഉള്ളിൽ പോവാതെ വന്നപ്പോൾ ആ മയ്യത്തിൻ്റെ തല എടുത്ത് വലിച്ചെറിഞ്ഞു. ഇത് കണ്ടു നിൽക്കുന്ന കുറച്ച് ബാല്യക്കാർ അദ്ദേഹത്തെ വീക്ഷിച്ച് നോക്കി. എന്താപ്പോൾ അയാൾ ചെയ്യുന്നത്? കുറച്ചങ്ങോട്ട് നടന്ന് മറ്റൊരു ഖബർ മാന്തി ആ ഖബറിൽ നിന്ന് എടുത്ത കാതിൽ കൂടി കുത്തിയപ്പോൾ കാതിൽ കടന്നു, മറ്റേ കാതിലൂടെ പുറത്തായി. ആ സമയത്തും അദ്ദേഹം എന്താക്കി? ആ തലയെടുത്ത് വലിച്ചെറിഞ്ഞു. മൂന്നാമത്തെ ഒരു ഖബറിൻ്റെ അടുത്ത് പോയി ഖബർ മാന്തി അതിൻ്റെ തലയെടുത്തു. ആ തലയെടുത്തു ആ കാതിലേക്ക് തൻ്റെ വടി കൊണ്ട് കുത്തിയപ്പോൾ അത് കാതിൻ്റെ ഉള്ളിൽ പോയി. പിന്നെയും കുത്തിയപ്പോൾ അത് അവിടെ തന്നെ നിന്നു, അതിനപ്പുറം പോയില്ല. ആ സമയത്ത് വടി വലിച്ചെറിഞ്ഞു, ആ തലയെ ചുംബിച്ചു, തുണി കൊണ്ട് പൊതിഞ്ഞു, ആ തലയെ മറമാടി. ഇത് കണ്ട ബാല്യക്കാർ ചോദിച്ചു, നിങ്ങൾ എന്ത് പണിയെടുത്തത്? എന്താണ് ഇതിൻ്റെ രഹസ്യം? അവരെല്ലാം ബഹുമാനിക്കുന്ന ഒരു വലിയൊരു മഹത്വമുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് അവർ പിന്നാലെ നടന്നു ഒന്നും ചെയ്തില്ല. അദ്ദേഹം പറയാണ്, ആദ്യത്തെ ഖബറിലുള്ള ആൾ അയാളുടെ ജീവിതത്തിൽ വയത് കേൾക്കുന്ന സദസ്സിലേക്ക് തീരെ പോകില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കാതിലേക്ക് കുത്തിയപ്പോൾ അകത്ത് കിടക്കാത്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയെ ഞാൻ വലിച്ചെറിഞ്ഞു. രണ്ടാമത്തെ ഖബറിലുള്ള ആൾ വയത് കേൾക്കും, ഉപദേശം കേൾക്കും, ഇൽമു കേൾക്കും, പക്ഷേ ആ കേട്ടത് മറ്റൊരു കാതിലൂടെ വിടും, അത് ജീവിതത്തിൽ പകർത്തൂല. അദ്ദേഹത്തിൻ്റെ തലയെ ഞാൻ വലിച്ചെറിഞ്ഞു. അത് ബഹുമാനിക്കപ്പെടുന്ന ആൾ അല്ല, അള്ളാഹു പൊരുത്തപ്പെട്ട ആളല്ല. മൂന്നാമത്തെ ഖബറിലുണ്ടായിരുന്ന ആ മനുഷ്യൻ്റെ തല അതിൽ കുത്തിയപ്പോൾ അകത്ത് കടന്ന് ഉറച്ചു നിന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വേദൻ്റെ സദസ്സിൽ പോകും, അത് പഠിക്കും, പഠിച്ചത് ജീവിതത്തിൽ പകർത്തും. അങ്ങനത്തെ വ്യക്തിയാണ് എന്ന് മഹാനവറുകൾ പറഞ്ഞു.